ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ കൊല്ലത്തുള്ള അഴീക്കൽ എന്ന സ്ഥലത്തേക്കാണ്. ആലപ്പുഴയെയും കൊല്ലത്തിനെയും ബന്ധിപ്പിക്കുന്ന വലിയിഴക്കൽ പാലവും നല്ല ഒന്നാന്തരം റെസ്റ്റോറൻറ്റിലെ ഫുഡും പെന്റഗൺ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസും ആണ് ഇന്നത്തെ കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ എൻ്റെ 3 സുഹൃത്തുക്കളും ഉണ്ട്. കൂടെയുള്ള ആദ്യത്തെ ആൾ ദേവൻ, രണ്ടാമത്തെ ആൾ ശ്രീനിധി, മൂന്നാമത്തെ ആൾ ടോണി. ഈ ടോണിയും ശ്രീനിധിയും വിവാഹിതരാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3-4 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കല്യാണശേഷമുള്ള ആദ്യത്തെ ട്രിപ്പ് ഞങ്ങളുടെ ഒപ്പമാണെന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട്. ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്ത് നിന്നാണ്. ഏകദേശം 48 കിലോമീറ്റർ ദൂരെയാണ് അങ്ങോട്ടേക്കുള്ളത്. ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ടൗണാണ് തിരുവല്ല. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നും തിരുവല്ല താലൂക്കിൻ്റെ ആസ്ഥാനവുമാണ് തിരുവല്ല. തിരുവല്ലയിലാണ് പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ മലയാളികളുള്ള പ്രദേശവും കൂടിയാണ് തിരുവല്ല. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഴീക്കലുള്ള ഏറ്റവും നല്ല റെസ്റ്റോറൻ്റായ സാൻസ് ബേ സീസ് ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഊണാണ്. അങ്ങനെ ഞങ്ങൾ കായംകുളവും കടന്ന് ഞങ്ങളുടെ സ്പോട്ടായ അഴീക്കലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അഴീക്കലെ ചെറിയൊരു ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് വേണം നമ്മുടെ സ്പോട്ടിലേക്ക് പോകാൻ. കേരളത്തിലെ കൊല്ലം മെട്രോപൊളിറ്റൻ ഏരിയയായ കരുനാഗപ്പള്ളി താലൂക്കിൽ അറബിക്കടലിന് തീരത്ത് നിന്നും 800 മീറ്റർ നീളമുള്ള ബീച്ചാണ് അഴീക്കൽ ബീച്ച്. കായലുകളുടെയും കടലിൻ്റെയും സംഗമം എന്നർത്ഥം വരുന്ന ആഴി എന്ന മലയാളം വാക്കിൽ നിന്നുമാണ് ഈ ബീച്ചിന് ഈ പേര് ലഭിച്ചത്. അങ്ങനെ ഫൈനലി നമ്മുടെ റെസ്റ്റോറൻ്റായ സാൻസ് ബേ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊരു കിഡിലൻ അറ്റ്മോസ്ഫിയറിലായി റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും നല്ല മനോഹരമായ ഒരു ആംബിയൻസിൽ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇതിൻ്റെ വേറൊരു ആംബിയൻസ് ആണ് നൈറ്റ്. പക്ഷേ നൈറ്റ് ഇതിൻ്റെ അത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ കറക്റ്റ് ടൈമിങ്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ഊണ് റെഡിയായി വന്നിരിക്കുകയാണ്. എല്ലായിടത്തെ പോലെ തന്നെ ചോറിന് കൂട്ടുകറിയായിട്ട് തോരനും അവിയലും പിന്നെ കക്കയിറച്ചിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് കൂന്തൽ റോസ്റ്റും ഞണ്ട് റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. കറികൾക്കൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞണ്ട് റോസ്റ്റ് വന്നിരിക്കുകയാണ്. ഇത് കൂന്തൽ റോസ്റ്റും. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇനി അടുത്ത പോകാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ആദ്യ പെന്റഗൺ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസ് ആണ്. എനിക്ക് തോന്നുന്നു ആ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലായിരിക്കണം. കാരണം എന്തെന്നാൽ നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ പാലം കടക്കണം. ഈ പാലത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ കൊല്ലത്തിനെയും ആലപ്പുഴയെയും ബന്ധിപ്പിക്കുന്ന വലിയൊരു പാലമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമത്തിന്റെ തീരപ്രദേശമായ വലിയിഴക്കലിനെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമത്തിലെ അഴീക്കൽ ബീച്ചും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ വലിയിഴക്കൽ പാലം. അറബിക്കടലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇത് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബോസ്ട്രിംഗ് പാലമാണ്. ചൈനയിലെ ചാവോതിയൻമെൻ പാലത്തിന് ശേഷം ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ വില്ലുപാലം കൂടിയാണ് ഇത്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഈ ലൈറ്റ് ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ രാജ്യത്തെ ആദ്യ പെന്റഗൺ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസാണ്. ഏകദേശം 10 കോടി നിർമ്മാണ ചെലവിലാണ് ഈ ലൈറ്റ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉയരമെന്ന് പറയുമ്പോൾ 41.26 മീറ്റർ ഉയരമാണ്. അതുപോലെ തന്നെ 51 കിലോമീറ്റർ ദൂരം ഇതിൻ്റെ ലൈറ്റ് എത്തുമെന്നാണ് അറിയപ്പെടുന്നത്.
ലൈറ്റ് ഹൗസിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കും സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. ചെരുപ്പൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഊരിയിട്ടിട്ട് ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് പ്രവേശിച്ചു. മുകളിലേക്ക് എത്താനായിട്ട് ലിഫ്റ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സമയം 5 പേർക്ക് മാത്രമേ അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നാൽ ഇനിയും വൈകും എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ തീരുമാനിച്ചു. വിചാരിച്ച പോലെയല്ല, നല്ല പാടാണ് അങ്ങ് എത്തിപ്പറ്റാൻ. പിന്നെ ഒരുവിധം ഞങ്ങളങ്ങ് കയറി ചെന്നു എന്ന് പറയാം. കയറി ചെന്നതിൻ്റെ ആ ക്ഷീണവും കിതപ്പും ഒക്കെ മാറ്റുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ഒരു കാഴ്ചകൾ. അങ്ങനെ നേരം വൈകിയതോടെ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വീട്ടിലേക്ക് തിരിക്കാമെന്ന് വെച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴത്തേക്കുമാണ് ഇവിടെ ഒരു ചേട്ടൻ്റെ ചൂണ്ടയിൽ കടലിൽ തവള എന്നറിയപ്പെടുന്ന ജീവി കുടുങ്ങിയത്. ചേട്ടൻ അതിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ കാഴ്ചകൾക്കൊക്കെ ഒടുവിൽ സമയം വളരെയധികം വൈകിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.